നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 822nd day. Today പ്രഥമസ്കന്ധം 8th chapter 44th ശ്ലോക. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 822 ദിവസം, പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 44ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 44ാമത്തെ ശ്ലോകം. കുന്തിദേവിയുടെ സ്തുതിയിലെ ഒടുവിലത്തെ ശ്ലോകമാണിത്. ദേവി ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഓം തത്സത്. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണ്യുഷപാവനിദ്രുക് ആജന്യവംശദഹനാനഭവർഗവീര്യ, ഗോവിന്ദ ഗോദ്വിജസുരാർത്തി ഹരാവതാര, യോഗീശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണ്യുഷപാവനിദ്രുക് ആജന്യവംശദഹനാനഭവർഗവീര്യ, ഗോവിന്ദ ഗോദ്വിജസുരാർത്തി ഹരാവതാര, യോഗീശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. യോഗീശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണികളുടെ ഭാവനിദ്രു, വൃഷ്ണികളുടെ സംഘത്തിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ആജന്യവംശദഹനാൻ അപവർഗവീര്യ, ഭൂമിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാരുടെ വംശത്തെ ദഹിപ്പിക്കുന്ന അഗ്നിസ്വരൂപ, ക്ഷയിക്കാത്ത വീര്യപ്രഭാവം ഉള്ളവനെ, അലയോ ഗോവിന്ദ, പശുക്കൾ ഗോക്കൾ, പശുക്കൾ, ബ്രാഹ്മണർ, ദ്വിജന്മാർ, ബ്രാഹ്മണർ, സുരന്മാർ, ദേവന്മാർ ഇവരുടെ സങ്കടത്തെ, ഹരാവതാര സുരാർത്തി ഹരാവതാര, ഇവരുടെ സങ്കടത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി അപ്പപ്പോൾ അവതരിക്കുന്ന അല്ലയോ ദേവ യോഗേശ്വര, അല്ലയോ യോഗേശ്വര അഖില ഗുരു, എല്ലാവർക്കും ഗുരുവായിരിക്കുന്ന അല്ലയോ ഭഗവാൻ, അവിടുത്തെ കൈക്കൊണ്ട് നമസ്കാരം എന്ന് കുന്തിദേവി തൻ്റെ സ്തുതി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ആ ഭഗവാനെ എത്രയൊക്കെ സ്തുതിച്ചിട്ടും മതിയാകാതെ നിർത്തിയല്ലേ പറ്റൂ എന്നുള്ള മാതിരി ആ കുന്തിദേവി തൻ്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഭഗവാനാണ്. എല്ലാ കഷ്ടങ്ങളും നൽകിക്കൊണ്ടിരിക്കും. അപ്പോഴപ്പോൾ ഭഗവാനെ വിളിച്ച് കരയുമ്പോൾ ഭഗവാൻ വന്ന് അനുഗ്രഹിക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും കഷ്ടങ്ങൾ തന്നെ നൽകൂ എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച കുന്തിദേവി ഇപ്പോൾ ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഒടുവിലത്തെ സമാഗമമാണിത്. ഇതിനു ശേഷം അവർ പിന്നീട് കണ്ടുമുട്ടുന്നില്ല. ദേവിക്കും അതൊക്കെ അറിയാമായിരിക്കാം. അതുകൊണ്ടാണ് അകമഴിഞ്ഞ് ആ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ശ്രീകൃഷ്ണ, അല്ലയോ കൃഷ്ണ സഖ, അർജുനൻ്റെ പ്രാണപ്രിയ, വൃഷ്ണികളുടെ സംഘത്തിൽ വെച്ച് ശ്രേഷ്ഠ, ഭൂമിയെ ദോഹിക്കുന്ന രാജാക്കന്മാരുടെ വംശത്തെ ദഹിപ്പിക്കുന്ന അഗ്നിപ്രഭാവ, ക്ഷയിക്കാത്ത പ്രഭാവം ഉള്ളവനെ, ഗോവിന്ദ, പശുക്കൾ, ബ്രാഹ്മണർ, ദേവന്മാർ ഇവരുടെ സങ്കടത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി അപ്പപ്പോൾ അവതരിക്കുന്ന ഭഗവാനെ,
യോഗേശ്വര, എല്ലാവർക്കും ഗുരുവായിട്ടുള്ളവനെ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് തൻ്റെ സ്തുതി ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ് കുന്തിദേവി. ഈ ശ്ലോകം എല്ലാവർക്കും ഭഗവാനെ സ്തുതിക്കുവാൻ, പാരായണം ചെയ്യാൻ അത്രയും മഹത്തായിട്ടുള്ളതാണ്. ഭഗവാന്റെ എല്ലാ വീര്യപ്രഭാവങ്ങളും ഈ ശ്ലോകത്തിൽ ദേവി പറയുന്നുണ്ട്. അതല്ലാതെ കുറേ ഭഗവാന്റെ നാമങ്ങളും ഉണ്ട്. ശ്രീകൃഷ്ണൻ, കൃഷ്ണസഖൻ, ഗോവിന്ദൻ, അഖിലൻ, യോഗേശ്വരൻ, അഖിലഗുരു, ഭഗവാൻ, ഇങ്ങനെ പല ഭഗവാന്റെ പര്യായങ്ങളുമുണ്ട്. ശ്ലോകം ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. ഓം തത്സത്. ശ്രീകൃഷ്ണ കൃഷ്ണ സഹവൃഷ്ണുഷർഭാവനിതൃ ആജന്യവംശജഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തി ഹരാവതാര യോഗീശ്വരാഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഹവൃഷ്ണുഷഭാവനിതൃ ആജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തി ഹരാവതാര യോഗീശ്വരാഖിലഗുരോ ഭഗവൻ നമസ്തേ. യോഗീശ്വരാഖിലഗുരോ ഭഗവൻ നമസ്തേ. യോഗീശ്വരാഖിലഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.